കർത്തൻ തന്നൂടെ സ്നേഹിതരാം 12 അപ്പോസ്തലന്മാർ പ്രേക്ഷിത വേലയ്ക്കായി നൽകി ജീവനിതും തൻ ജീവിതവും. ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട അച്ഛൻ, വിശ്വാസി സമൂഹമേ, നാം സ്ലീഹ നോമ്പിലേക്ക് പ്രവേശിക്കുന്ന ഈ അവസരത്തിൽ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരിൽ ഒരാളും ആദിമസഭയുടെ തലവന്മാരിൽ ഒരുവനുമായ വിശുദ്ധ പത്രോസ് സ്ലീഹായെ പറ്റി ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഷീമോൻ എന്നറിയപ്പെടുന്ന പത്രോസിന് കേഫ അഥവാ കീഫോ എന്നും പേരുണ്ട്. ഈ വാക്കുകളുടെ അർത്ഥം പാറ എന്നാണ്. യേശുക്രിസ്തുവാണ് പത്രോസിന് ഈ പേരുകൾ നൽകിയതെന്ന് വിശ്വസിക്കപ്പെടുന്നു. വിശുദ്ധ വേദപുസ്തകത്തിലെ 4 സുവിശേഷങ്ങളിലും അപ്പോസ്തല പ്രവൃത്തികളിലും ഇദ്ദേഹത്തിന്റെ ജീവിതം പരാമർശിക്കപ്പെടുന്നു. ഇദ്ദേഹം ഗലീലയിൽ നിന്നുള്ള ഒരു മുക്കുവനായിരുന്നു. 12 സ്ലീഹന്മാരിൽ ഒരുവനായ അന്ത്രയോസ് ഇദ്ദേഹത്തിന്റെ സഹോദരനുമായിരുന്നു. സ്ലീഹന്മാരുടെ തലവനായി ക്രിസ്തു തിരഞ്ഞെടുത്തതും വിശുദ്ധ പത്രോസിനെ തന്നെയായിരുന്നു. ഇത് 4 സുവിശേഷങ്ങളിലും ആദിമ സഭാപിതാക്കന്മാരുടെ എഴുത്തുകളിലും പ്രതിപാദിച്ചിരിക്കുന്നു. യേശുവിന്റെ പരിശുശ്രൂഷ കാലത്ത് ആദ്യോടന്തം അദ്ദേഹത്തെ അനുഗമിക്കുകയും യായിറോസിന്റെ മകളെ ഉയർപ്പിച്ചപ്പോൾ മറുരൂപ മലയിൽ ഗത്സമന തോട്ടം എന്നിങ്ങനെ 3 പ്രത്യേക സാഹചര്യത്തിൽ യാക്കോബ്, യോഹന്നാൻ എന്നീ ശിഷ്യന്മാരോടൊപ്പം ദൃക്സാക്ഷിയായ വ്യക്തി കൂടിയാണ് വിശുദ്ധ പത്രോസ് സ്ലീഹ. അന്ത്യത്താഴം ഒരുക്കുവാൻ നിയോഗിക്കപ്പെട്ട 2 പേരിൽ ഒരുവനായിരുന്നു വിശുദ്ധ പത്രോസ്. ആ അത്താഴത്തിൽ പത്രോസ് തന്റെ കാൽ കഴുകപ്പെടുവാൻ ആദ്യം വിസമ്മതിച്ചെങ്കിലും പിന്നീട് തന്റെ കാൽ മാത്രമല്ല തലയും കൂടി കഴുകണമെന്ന് യേശുവിനോട് അഭ്യർത്ഥിച്ചു. ഗെത്സമനയിൽ വെച്ച് വാളെടുത്ത് പരിചാരകന്റെ കാത് വെട്ടിക്കളഞ്ഞ പത്രോസ് പിന്നീട് 3 പ്രാവശ്യം ഗുരുവിനെ തള്ളിപ്പറയുകയും അതിനുശേഷം അതേപ്പറ്റി പശ്ചാത്തപിക്കുകയും ചെയ്തു. യേശുവിന്റെ പുനരുദ്ധാന ദിവസം യോഹന്നാനോടൊപ്പം കബറിലേക്ക് ഓടിയെത്തി തിബേരിയോസ് കടൽ തീരത്ത് വെച്ച് പ്രത്യക്ഷപ്പെട്ട ക്രിസ്തു 3 പ്രാവശ്യം നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് പത്രോസിനോട് ചോദിക്കുകയും അതിന് നൽകുന്ന ഉത്തരത്തിൽ കൂടി തള്ളിപ്പറഞ്ഞ വീഴ്ചയിൽ നിന്നും അദ്ദേഹത്തെ യഥാസ്ഥാനപ്പെടുത്തുകയും ചെയ്തു. പത്രോസ് സ്ലീഹായുടെ അന്ത്യം റോമിലായിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. നീറോ ചക്രവർത്തിയുടെ പീഡയിൽ അദ്ദേഹം ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷി മരണം പ്രാപിച്ചു. അദ്ദേഹത്തിന്റെ ആവശ്യപ്രകാരം യേശുവിന്റെ പാദങ്ങളെ ചുംബിക്കത്തക്കവണ്ണം തലകീഴായി ക്രൂശിക്കപ്പെട്ടു എന്നാണ് വിശ്വാസം. ജൂൺ 29 പത്രോസ് പൗലോസ് സ്ലീഹന്മാരുടെ ഓർമ്മ പെരുന്നാളായി സഭ ആചരിക്കുന്നു. വിശുദ്ധ പത്രോസ് സ്ലീഹായെ പോലെ യേശുവിനോട് ചേർന്നിരുന്ന് യേശുവിനെ സ്നേഹിച്ച് വിശുദ്ധ ജീവിതം നയിക്കുവാൻ നമുക്ക് എല്ലാവർക്കും ഇടയാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.